അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, ഇന്നലെ വൈകിട്ട് ഞെട്ടലോടെയാണ് നാം ഓരോരുത്തരും ആ വാർത്ത അറിഞ്ഞത്. തൃശൂർ പൂരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പടക്കങ്ങൾക്കിടയിൽ സ്ഫോടനം സംഭവിച്ചു. നിരവധി ആളുകൾ മരണപ്പെട്ടു. ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലാണ് ഇപ്പോഴും. പൊള്ളലേറ്റുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ, എത്രയോ കുടുംബങ്ങൾ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ പുലരിയിൽ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. എല്ലാവരുടെയും വിഷമത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. എൻ്റെ വ്യക്തിപരമായ നിലയിലും കുറുക്കഞ്ചേരി മഹല്ല് കമ്മിറ്റിയുടെയും മഹല്ല് നിവാസികളുടെയും എല്ലാവിധ വിഷമവും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും വളരെയധികം സൂക്ഷ്മതയോടുകൂടെ തന്നെ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നാം ഓരോരുത്തരും. എന്തുകൊണ്ട്? ദൈവം നമുക്കത് നൽകിയിട്ടുള്ളത് അത് നാം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് പുണ്യപ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ ജീവനും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാല് അത് എന്റേതല്ലേ എന്ന് കരുതി നാം എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള അനുവാദമില്ല നമുക്ക്. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നാം ഇടപെടൽ, അങ്ങനെ ഒരു അനുവാദം നമുക്കില്ല, നമുക്ക് ദൈവം തന്നിട്ടില്ല. ഇന്ന ദിമാഅക്കും വഅംവാലക്കും അലൈക്കും ഹറാം. എന്താ അതിന്റെ അർത്ഥം? തീർച്ചയായും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ജീവനും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നമുക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞാൽ വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടുകൂടെ തന്നെ നാം ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വളരെയധികം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറഞ്ഞത്, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലൂക. നാശമുണ്ടാകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൈകടത്തരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൈകടത്തരുത് എന്ന് പറഞ്ഞാൽ അതിന് സാധ്യതകളുണ്ട് എങ്കിൽ ആ സാധ്യതകളെല്ലാം നാം അടക്കേണ്ടതുണ്ട് എന്ന് ദൈവം നമ്മളോട് തന്നെ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആ കുടുംബങ്ങളോട് നാമും ആ വിഷമത്തിൽ പങ്കാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.